അൽഫോൺസ് പുത്രൻ അണിയിച്ചൊരുക്കിയ പ്രേമമെന്ന മലയാള സിനിമയിലൂടെ നായികയായി അരങ്ങേറ്റം കുറിച്ച സായ് പല്ലവി ഇന്ന് തെന്നിന്ത്യൻ സിനിമയിലെ മുൻനിര നായികമാരിൽ ഒരാളാണ്. എന്നാൽ തെന്നിന്ത്യയിലെ മുൻനിര നായികമാരിൽ ഒരാളാണെങ്കിൽ കൂടിയും വളരെ കുറച്ച് മാത്രമേ മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും സായ് പല്ലവി എത്താറുള്ളൂ. സോഷ്യൽ മീഡിയയിൽ പോലും സായ് പല്ലവി അത്ര സജീവവുമല്ല. എങ്കിലും ഇടയ്ക്കിടെ നടിയുടെ വിശേഷങ്ങളെല്ലാം തന്നെ ആരാധകർക്കിടയിൽ വൈറലാകാറുമുണ്ട്. അത്തരത്തിൽ ഇപ്പോഴത്തെ സായ് പല്ലവിയുടെ പഴയ ഒരു അഭിമുഖം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ്. തന്നെ അലട്ടിയ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയതിനെ കുറിച്ച് പറയുകയാണ് താരം. താൻ അച്ഛനും അമ്മയ്ക്കും പിറന്ന മകളാണോ അതോ ദത്തുപുത്രിയാണോ എന്ന് സംശയം തോന്നിയ വേള അവരോട് തന്നെ ചോദിച്ച് അതിനുള്ള ഉത്തരം കണ്ടെത്തിയതിനെ പറ്റിയാണ് സായ് പല്ലവി ഈ വീഡിയോയിലൂടെ പറയുന്നത്. സായ് പല്ലവി കുട്ടിയായിരിക്കുമ്പോൾ റിലീസ് ചെയ്ത ചിത്രമാണ് മാധവൻ, സിമ്രാൻ എന്നിവർ വേഷമിട്ട കന്നത്തിൽ മുത്തമിട്ടാൽ എന്ന ചിത്രം. ഇതിൽ ഒരു കുഞ്ഞിനെ മാധവൻ ദത്തെടുക്കുകയും ഭാവിയിൽ ഭാര്യയായി മാറുന്ന സിമ്രാൻ ഈ കുഞ്ഞിനെ സ്വന്തം മകളായി സ്വീകരിച്ച് വളർത്തുന്നതുമൊക്കെയാണ് കഥ. സിനിമ കണ്ട് വീട്ടിൽ വന്നതോടെയാണ് താനും ദത്തെടുക്കപ്പെട്ട കുട്ടിയാണോ എന്ന് സായ് പല്ലവിക്ക് ഒരു സംശയം ഉണ്ടാകുന്നത്. സായ് പല്ലവിക്ക് അത്തരം ഒരു ചിന്ത ഉണ്ടാകാനും കാരണങ്ങൾ പലതുണ്ട്. ആ സിനിമ കാണുമ്പോൾ ഞാൻ തീരെ ചെറിയ കുട്ടിയാണ്. സിനിമ കണ്ട് വീട്ടിൽ പോയി ഞാൻ ദത്തുപുത്രിയാണോ എന്ന് ചോദിക്കുകയുണ്ടായി. അതൊരു വലിയ വിഷയമായി മാറിയിരുന്നു. അച്ഛനമ്മമാരുടെ നിറമല്ല എനിക്ക്, അവർക്ക് എന്നേക്കാൾ നിറം കുറവാണ്. ഞാൻ സംസാരിക്കുന്നതും അവരെ പോലെയല്ല എന്നതായിരുന്നു സംശയത്തിന് കാരണം. അവരുടെ മൂക്ക് പോലെയല്ല എൻ്റെ മൂക്ക് എന്നും സായ് പല്ലവി പറയുന്നു. അങ്ങനെ ഒരുപാട് ചിന്തിച്ചു കൂട്ടിയിട്ടാണ് സായ് പല്ലവി അച്ഛനോടും അമ്മയോടും ഇതേക്കുറിച്ച് ചോദിക്കുന്നത്. ഉത്തരം കണ്ടെത്താതെ അച്ഛനും അമ്മയ്ക്കും നിർവാഹമില്ല എന്നായി. ഒടുവിൽ നീയും നിന്റെ അനുജത്തി പൂജയും ഒരുപോലെയല്ലേ, ഇതുകൊണ്ട് പൊക്കോണം എന്നായി അച്ഛൻ്റെയും അമ്മയുടെയും മറുപടി. സെന്താമര കണ്ണൻ, രാധ എന്നിവരുടെ മക്കളാണ് സായ് പല്ലവിയും അഭിനേത്രി കൂടിയായ അനുജത്തി പൂജ കണ്ണനും. മെഡിക്കൽ വിദ്യാഭ്യാസം നേടുന്നതിനിടെയാണ് സായ് പല്ലവി സിനിമയിലേക്ക് എത്തുന്നത്. വിദേശത്തു നിന്നും MBBS പൂർത്തിയാക്കിയ സായ് പല്ലവി ഇനിയും ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത് ജോലി ആരംഭിച്ചിട്ടില്ല. അതേസമയം തന്നെ നേരത്തെ കസ്തൂരിമാൻ, ദാം ധൂം തുടങ്ങിയ സിനിമകളിൽ ബാലതാരമായും സായ് പല്ലവി വേഷമിട്ടിട്ടുണ്ട്. പിന്നീടാണ് പ്രേമം എന്ന മലയാള ചിത്രത്തിലൂടെ നായികയെ എത്തുന്നത്. ആദ്യ സിനിമയിലൂടെ തന്നെ തെന്നിന്ത്യ മുഴുവൻ ആരാധകരെ ലഭിക്കുക എന്നതൊക്കെ പറയുന്നത് താരങ്ങളെ സംബന്ധിച്ച് അപൂർവമായി ലഭിക്കുന്ന ഭാഗ്യമാണ്. അത്തരമൊരു ഭാഗ്യം ലഭിച്ചിട്ടുള്ള നായിക കൂടിയാണ് സായ് പല്ലവി. താരമൂല്യത്തിന്റെ കാര്യത്തിലടക്കം സമകാലീനരായ മറ്റു നടിമാരിൽ നിന്നെല്ലാം ഏറെ മുന്നിലുമാണ് താരം. തമിഴ്, തെലുങ്ക് ഭാഷകളിൽ നിന്ന് ഇന്ന് കൈനിറയ അവസരങ്ങൾ സായ് പല്ലവിക്കുണ്ട്. ബിഗ് ബജറ്റ് സിനിമകളുടെ അടക്കം ഭാഗമായി തിളങ്ങി നിൽക്കുകയാണ് താരം. അതേസമയം തന്നെ മിക്ക തെന്നിന്ത്യൻ സൂപ്പർ താരങ്ങളുടെയും നായികയായും സായ് പല്ലവി തിളങ്ങിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.